നമുക്ക് പെട്ടെന്ന് തന്നെ രസം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി തക്കാളി, സവോള, പച്ചമുളക് എന്നിവ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, കായം പൊടി, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ഉലുവപ്പൊടി, ജീരകപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ച് വെക്കാം കേട്ടോ. അതിൽ നന്നായി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. നന്നായി മിക്സ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായി ഒന്ന് വേവിക്കുന്നുണ്ട്. തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല. അതന്നെ പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതെ, നമ്മുടെ തക്കാളി വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്നില്ല മിക്സ്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം വേണേ, വെള്ളം കൂടി ഒഴിച്ച് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം കേട്ടോ. നമ്മുടെ കായപ്പൊടിയൊക്കെ അവനവൻ്റെ ഇഷ്ടപ്രകാരം ഫ്ലേവറിനനുസരിച്ച്, ചിലർക്ക് കായത്തിൻ്റെ സ്മെല്ലൊക്കെ കൂടുതലുണ്ടാവുന്നത് ഇഷ്ടമാണ്, അവർ വേണമെങ്കിൽ കൂടുതലിടാം. ജീരകം കൂടുതൽ വേണ്ടവർക്ക് അത് ഇടാം. ഞാൻ കുറച്ചല്ല എടുത്തിട്ടുള്ളൂ. അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിന്, എരിവൊക്കെ പാകത്തിന്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ലാസ്റ്റ് തിളച്ച് ഇറക്കണതിന് തൊട്ട് മുമ്പ്, നമ്മൾ കടുക് താളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മുടെ കടുകും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും താളിച്ചൊഴിച്ചാൽ നമ്മുടെ രസം റെഡി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മോൾക്ക് ലഞ്ച് കൊണ്ടുപോകാനായിട്ട് ജസ്റ്റ് അരമണിക്കൂർ കൊണ്ടാണ് ഞാൻ രസവും അതുപോലെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ടത് ചോറിൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ കടുക് താളിക്കാൻ പോവാണ്. കടുകും താളിച്ചൊഴിച്ചു. അങ്ങനെ രസം റെഡിയായി. പിന്നെ ഇനി ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴുകി വാല വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക ചെയ്യണേ. നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് തിളയ്ക്കണം. അതായത് തിളച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളത് വെള്ളം ഡ്രെയിൻ ചെയ്യുക കേട്ടോ. അത് ഒരു അരിപ്പ വെച്ചിട്ട് അത് വെള്ളം അതിൽ നിന്ന് മാറ്റി കളയാണ് വേണ്ടത്. അങ്ങനെ ഞാൻ മാറ്റി കളയാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായി ചൂടായി വന്നപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, നമ്മൾ വാല വെക്കാൻ വെച്ചത്, അത് ഇതിലേക്ക് തട്ടിക്കൊടുത്ത് പിന്നെ ഒരു മീഡിയം അല്ലെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കാൻ കേട്ടോ. നമ്മൾ ഉപ്പ് മുമ്പ് ചേർത്തിട്ടുണ്ട്. അത് തിളപ്പിക്കുമ്പോൾ അത് നോക്കിയിട്ട് പോരെങ്കിൽ ഇനി ഉപ്പ് ചേർക്കുക, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ നന്നായി, ഇതിപ്പോൾ ഫ്രൈ പാനിലാണ് ചെയ്യണതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ മതി, പെട്ടെന്ന് ഇങ്ങനെ നന്നായി മിക്സ് ആവും കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ പാനല്ല, അതാണ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നന്നായി ഒന്ന് നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി മിക്സാക്കിയിട്ടുണ്ടേ. നന്നായി മിക്സാക്കി സിമ്മിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വയ്ക്കൊന്നും വേണ്ട. നന്നായി ഒരു ഏകദേശം കുറച്ചായി കഴിയുമ്പോൾ ഞാൻ കുറച്ച് ചതച്ച മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് ചതച്ച മുളക് പൊടിയും അതുപോലെ നമ്മുടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് ലാസ്റ്റ് ചേർത്താൽ മതി പൊടി. ഇപ്പോൾ ചതച്ച മുളക് ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടു. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് രസവും പൊട്ടറ്റോ ഫ്രൈയും റെഡി.